തിരുവനന്തപുരം വലിയതുറ കടപ്പുറത്ത് അജ്ഞാത വസ്തു തീരത്തേക്ക് അടിഞ്ഞു. കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന വസ്തുവാണോ എന്ന് സംശയമുണ്ട്. രാവിലെ വിദഗ്ധ സംഘം എത്തി കൂടുതൽ പരിശോധന നടത്തും. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, എന്ത് വസ്തുവാണ് ഇപ്പോൾ കരയ്ക്ക് അടിഞ്ഞിരിക്കുന്നത്? കണ്ടെയ്നറിൽ ഉള്ള ഭാഗങ്ങളെന്ന സൂചനയാണോ ലഭ്യമാകുന്നത്? സതീഷ്, അല്പസമയം മുൻപാണ് വലിയതുറ കടപ്പുറത്ത് ഇത്തരത്തിൽ കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തുവാണെന്ന് സംശയിക്കുന്ന രീതിയിൽ ഈ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് ഇത് കണ്ടത്. നാട്ടുകാരൊപ്പം ഈ വസ്തു കണ്ട ഘട്ടത്തിൽ തന്നെ ചുറ്റും കൂടി യഥാർത്ഥ ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഇത് കണ്ടെയ്നറിൽ നിന്നുള്ള വസ്തു ആണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് രാത്രി 7:30 മറ്റൊരു വസ്തു, അതായത് കമ്പിളി പുതപ്പുകൾ നിർമ്മിക്കുന്ന തരത്തിലുള്ള വസ്തു കരയ്ക്കടിഞ്ഞിരുന്നു. അതും ഇത്തരത്തിൽ വലിയതുറ കടൽപ്പാലത്തിന് സമീപമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വസ്തുവാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി ആളുകളെ മാറ്റിയിട്ടുണ്ട്. നാളെ വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തും. ശരി, തിരുവനന്തപുരം വലിയതുറ കടപ്പുറത്താണ് ഇങ്ങനെ ഒരു അജ്ഞാത വസ്തു തീരത്തേക്ക് അടിഞ്ഞത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അവിടേക്ക് കൂടിയിട്ടുണ്ട്. അതിൽ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ത് വസ്തുവാണ് അത്? മറ്റേതെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുവാണോ എന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടേക്ക് എത്തുകയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് പോവുകയോ ചെയ്യരുത്. കാരണം രാവിലെ അവിടെ അധികൃതർ എത്തിയ ശേഷം ഇക്കാര്യം എന്താണ് അവിടേക്ക് അടിഞ്ഞത് എന്നതിൻ്റെയൊക്കെ തന്നെ പരിശോധനകളും അതിൻ്റെ ഫലങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ആളുകൾ അവിടേക്കൊക്കെ തന്നെ പോകാം.